നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇന്ന് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്ന വലിയൊരു കമ്പനിയുടെ പ്ലാറ്റ്ഫോമിലാണ് നമ്മളെല്ലാവരും നിൽക്കുന്നത്. ടയർ സെല്ലിംഗ് ചെയ്യുന്നത് നമുക്കറിയാം, ജീവിതത്തിൽ സ്വപ്നങ്ങളും ലക്ഷ്യങ്ങളും നേടിയെടുക്കാൻ വേണ്ടിയുള്ള വലിയൊരു അവസരമാണ് നമ്മളെ ടയർ സെല്ലിംഗ്. അതിലെ ഇന്ത്യയിലെ നമ്പർ 1 നിൽക്കുന്ന ഏറ്റവും കൂടുതൽ ടേൺ ഓവർ ചെയ്യുന്ന വലിയൊരു കമ്പനിയാണ് MI ലൈഫ് സ്റ്റൈൽ മാർക്കറ്റിംഗ്. അതിൻ്റെ ഉൽപ്പന്നങ്ങൾ തന്നെയാണ് നമ്മളെ ബാക്ക് ബോൺ വരുന്നത്. നാട്ടിൽ ഉൽപ്പന്നങ്ങളെ കുറിച്ച് അറിയുക, എന്താണ് നമ്മുടെ ജീവിത രീതി, ഇത്രയും കാര്യങ്ങളെ കുറിച്ച് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ സിൽവർ റാങ്കിൽ നിൽക്കുന്ന കുമാർ സാറുണ്ട്. കുമാർ സാറെ ഞാൻ ഹാർദവമായിട്ട് ഈ ഒരു പ്ലാറ്റ്ഫോമിലേക്ക് ക്ഷണിക്കുകയാണ്. കുമാർ സാർ, പ്ലീസ് വെൽക്കം. ഗുഡ് മോർണിംഗ്. ഹലോ, കേൾക്കുന്നുണ്ടേ? ഹലോ, ഓക്കെ സാറേ, കേൾക്കുന്നുണ്ട്. അപ്പോ എല്ലാവർക്കും വീഡിയോ ഒരു നല്ല ഗുഡ് മോർണിംഗ്. കുമാരേട്ടൻ വീഡിയോ ഓൺ ആക്കിയില്ല? വീഡിയോ ഓൺ ആക്കിയിട്ടില്ല. അപ്പോ എനിക്ക് കാര്യമായിട്ടൊന്നും പറയാൻ അറിയില്ല. പിന്നെ ഈ കമ്പനിയുടെ പ്രവർത്തനത്തിൽ നിങ്ങളെ ചെയ്യുന്ന ഒരു പ്രവർത്തനങ്ങളും കാര്യക്ഷമമായ നല്ല പ്രവർത്തനം, നല്ല കമ്പനിയാണ്, നല്ല ക്വാളിറ്റി പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ ആർവസ്റ്റ് എഡ്യൂക്കേഷന്റെ നല്ലൊരു സംവിധാനം ഉണ്ട്. അതുപോലെ തന്നെ സ്കിൽ ഇന്ത്യ റിക്രൂട്ടിംഗ് ഏജൻസി ഉണ്ട്. അതുപോലെ തന്നെ ക്വാളിറ്റി കൗൺസിലിന്റെ നല്ല പ്രൊഡക്റ്റുകളാണ്, എല്ലാമാണ്. എന്റെ പ്രവർത്തനം കാര്യക്ഷമമായുള്ള പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ എനിക്ക് കഴിയുന്നില്ല, പല കാര്യങ്ങളും അതൊരു പോരായ്മയായിട്ട് എടുക്കുന്നത്. പക്ഷെ ഇങ്ങനെ ഈ കമ്പനിയുടെ സംഘാടന സമിതി മോർണിംഗ് മീറ്റ് സംഘടിപ്പിച്ച എല്ലാ സംഘാടന സമിതിക്കും നമ്മുടെ വ്യക്തിത്വ വികസനത്തിനും അറിവും പാസ് ചെയ്യാനും ഉപകരിക്കുന്ന രീതിയിൽ സംഘാടക സമിതി എല്ലാവർക്കും തന്നെ ഒരു നല്ല നന്ദി പറയുകയാണ്. അപ്പോ നമ്മുടെ ഈ പ്രൊഡക്റ്റ് നമ്മുടെ ഇന്നത്തെ ജീവിതശൈലിയുമായി ബന്ധപ്പെട്ട് എല്ലാവർക്കും ഒരു സംരക്ഷണം നൽകുന്ന, ജീവിതത്തില് രോഗങ്ങളില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കാൻ വേണ്ടി നല്ലൊരു ജീവിത കാഴ്ചപ്പാടിലേക്ക് മനുഷ്യനെ എത്തിക്കുന്നതിന് വേണ്ടി ഒരുപാട് ആയുസ്സും ഒരുപാട് യുദ്ധവും നിലനിർത്താൻ വേണ്ടിയുള്ള പ്രൊഡക്റ്റുകളാണ് ഇതിൽ രേഖപ്പെടുത്തിയിട്ടുള്ളത്. അത് തന്നെ വളരെ കഴിവുകളുള്ള ആയുർവേദ ആചാര്യന്മാർ, സുശ്രുതനും തരകനും വാഗ്ഭടനും അതേപോലെ തന്നെ ബോധിധർമ്മനും, അങ്ങനെ ഒരുപാട് ആയുർവേദ ആചാര്യന്മാർ രൂപകൽപ്പന ചെയ്തിട്ടുള്ള ആയുർവേദ ഔഷധങ്ങളും പ്രൊഡക്റ്റുകളും അതിന്റെ മേഖലയിൽ കൂടി വന്ന പ്രൊഡക്റ്റുകളാണ്. ഡിബിയാനന്ദ നാരായണ സാർ പോലുള്ള ആളുകൾ നേതൃത്വം കൊടുക്കുന്ന പ്രൊഡക്റ്റുകളാണ് ഇതിന്. അതുകൊണ്ട് തന്നെ നമ്മൾക്ക് ധൈര്യമായിട്ട് തന്നെ ഇതിന്റെ പ്രൊഡക്റ്റുമായിട്ട് മുന്നോട്ട് പ്രവർത്തിക്കുകയും അത് ജനങ്ങളിലേക്ക് എത്തിക്കുകയും ജനങ്ങളുടെ ജീവൻ സംരക്ഷിക്കുന്നതിന് ആവശ്യമായ ഒരു കാരുണ്യ പ്രവർത്തനമാണ് തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോ നമ്മളെ ആയുർവേദവും ജീവൻ രക്ഷാ സംവിധാനവും ജീവനെ സംരക്ഷിക്കുന്നതിൽ ആയുർവേദത്തിന് മുഖ്യമായ പങ്കുണ്ട്. നാം കഴിക്കുന്ന ഭക്ഷണം തന്നെയാണ് ശരിക്ക് നമ്മുടെ ഔഷധം എന്ന് പറയുന്നത്. കഴിക്കുന്ന ഭക്ഷണം ഔഷധമല്ലാതായി വരുന്നത് അതിലേക്ക് ഒരുപാട് മാലിന്യങ്ങളും ഒരുപാട് വിഷാംശങ്ങളും കടന്നു കയറുമ്പോഴാണല്ലോ. അപ്പോ ഇന്ന് നമ്മൾ ക്രിട്ടിക്കൽ സ്റ്റേജിൽ നിന്നും അതുപോലെ തന്നെ സർജറി മേഖലകളിലേക്കും വരുന്നത് വെച്ച് ആ മേഖലയെ നമ്മളെ സംരക്ഷിക്കാൻ എന്ന് ആയുർവേദത്തിലുപരി ക്രിട്ടിക്കൽ സ്റ്റേജിലും സർജറി കേസിലേക്കും വരുന്ന മേഖലയെ ചികിത്സിക്കാൻ ഇന്ന് അലോപ്പതി മാത്രമേ ഉള്ളൂ. മറ്റെല്ലാ മേഖലയും ആ മേഖലയിലേക്ക് വരുന്നത്, ആ ക്രിട്ടിക്കൽ സർജറി മേഖലയിലേക്ക് വരുന്നതിനെ തടയുക, രോഗമില്ലാത്ത അവസ്ഥ സൃഷ്ടിക്കുക എന്നുള്ളത് ആയുർവേദം ചെയ്യുന്ന ഏറ്റവും വലിയൊരു സംവിധാനമാണ്. അതിന് ഉപകരിക്കുന്ന പ്രൊഡക്റ്റുകളാണ് നമ്മളുടെ ഈ ഓരോ പ്രൊഡക്റ്റുകളും. കഴിക്കുന്ന ഓരോ പ്രൊഡക്റ്റും അതിനെ ഉപകരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. അപ്പോ പിന്നെ എനിക്ക് മെമ്മറി ഇങ്ങനെ മാറി വരുന്നുണ്ട്, അതുകൊണ്ട് പിന്നെ കാര്യങ്ങൾ പറയാൻ കഴിയാത്തൊരവസ്ഥ വരുന്നുണ്ട്. അപ്പൊ ഞാൻ അത്തരം കാര്യങ്ങളിലേക്കൊക്കെ കൂടുതൽ സംസാരിക്കുന്നില്ല.
ഞാൻ നമ്മുടെ അതിൽ ഏറ്റവും വലിയൊരു പ്രൊഡക്റ്റായി ഞാൻ ഇഷ്ടപ്പെടുന്ന 2-3 പ്രൊഡക്റ്റുകളെ പറ്റി എന്ന് പറയാം. അതിലൊന്ന് കവചപ്രാശം, അതോടൊപ്പം തന്നെ ത്രികോണ ചുതണ്ടതായി പ്രവർത്തിക്കുന്ന 95 സ്പിരുലിന ഗോൾഡ്. ഈ മൂന്നും വളരെ ഫലവത്തായിട്ടുള്ള ഔഷധ ഗുണങ്ങളുള്ള ശരീരത്തിന് വളരെ ഉപകരിക്കുന്ന രീതിയിലുള്ള ഔഷധങ്ങളാണ് 95ഉം സ്പിരുലിന ഗോൾഡും. അതേപോലെ തന്നെ കവചപ്രാശവും. കവചപ്രാശം എന്ന് പറയുമ്പോൾ നമ്മളെ ഓരോ കണ്ടന്റും ഓരോ രോഗങ്ങൾക്കും ഉപകരിക്കുന്ന രീതിയിലാണ്. അതിൽ ഒന്ന് ഒരു ഉള്ളത് കുങ്കുമപ്പൂവാണ്, പിന്നെ ബ്രഹ്മിയുണ്ട്, അതുപോലെ തന്നെ കറ്റാർവാഴയുണ്ട്, നെറുനടിയുണ്ട്, അതുപോലെ തന്നെ കിയാർ നെല്ലിയുണ്ട്, നെല്ലിക്കയുണ്ട്, ആടലോടകമുണ്ട്, ചിറ്റൂരമുണ്ട്, കറുകപ്പട്ടയുണ്ട്, ദശമൂലമുണ്ട്, നെറുനോണ്ടിയുണ്ട്, അതുപോലെ ചെറുവേദനയുണ്ട്, അതുപോലെ തന്നെ ശർക്കര, ഉണക്കമുന്തിരി, അങ്ങനെ ഒരുപാട് പ്രൊഡക്റ്റുകൾ അതിനകത്തുണ്ട്. ഈ പ്രൊഡക്റ്റുകളെല്ലാം തന്നെ ശരീരത്തിലെ ഓരോ അവയവങ്ങളെയും പ്രതിരോധിക്കാനും സംരക്ഷിക്കാനും ഉപകരിക്കുന്ന പ്രൊഡക്റ്റുകളാണ്. നമ്മുടെ ശരീരത്തിലെ നമ്മുടെ ശരീര സംവിധാനം തന്നെ ആറ്റങ്ങളും കൂടിച്ചേർന്നുള്ള കോശങ്ങൾ ചേർന്ന കലകൾ ചേർന്നിട്ടുള്ള അവയവങ്ങൾ ചേർന്ന് മനുഷ്യന്റെ ഹ്യൂമൻ ബോഡിയാണല്ലോ. ഈ ശരീരത്തിലെ വ്യത്യസ്ത പ്രധാന അവയവങ്ങളായിട്ടുള്ള കരളും, അതേപോലെ കിഡ്നിയും, ശ്വാസകോശങ്ങളും, ഹൃദയങ്ങളും, ആമാശയം, വെൺകുട്ടിലും ചെറുകുട്ടിലും എല്ലാം അടങ്ങിയ സിസ്റ്റത്തെ, ആ സിസ്റ്റം വെച്ച് പ്രവർത്തിക്കുന്ന ഒരുപാട് ഗ്രന്ഥികളും ഹോർമോണുകളും. ആ ഗ്രന്ഥികളും ഹോർമോണുകളും ശരീരത്തിന്റെ എല്ലാ പ്രവർത്തന മേഖലയിലും ത്വരിതപ്പെടുത്താനും ശക്തിപ്പെടുത്താനും ഇമ്മ്യൂണിറ്റി കൂട്ടാൻ, നമ്മുടെ ശരീരത്തിന്റെ ഇമ്മ്യൂണിറ്റി പവർ, ആന്റിജൻ ഉൽപ്പാദിപ്പിക്കുന്ന ആന്റിബോഡിയുടെ ഇമ്മ്യൂണിറ്റി പവർ കുറയുമ്പോഴാണ് നമുക്ക് രോഗങ്ങൾ പലതും കടന്നു വരുന്നത്. രോഗങ്ങളെ പ്രതിരോധിക്കാൻ നമ്മുടെ ശരീരത്തിന്റെ അകത്തും പുറത്തും നിന്നും ഓൾറെഡി നാം കഴിക്കുന്ന ഭക്ഷണത്തിൽ കൂടിയും നാം ശ്വസിക്കുന്ന വായുവിൽ കൂടിയും നാം കുടിക്കുന്ന വെള്ളത്തിൽ കൂടിയും ഓൾറെഡി നമ്മുടെ ശരീരത്തിലേക്ക് പ്രവഹിക്കാൻ തയ്യാറായിരിക്കുന്ന രോഗാണുക്കളുണ്ട്. ഓൾറെഡി നമ്മൾ ഇന്ന് രാസവളങ്ങളും രാസവളങ്ങൾ ഉപയോഗിച്ചിട്ടുള്ള യൂറിക് പൊട്ടാസ്യം എല്ലാം ഉപയോഗിച്ചിരിക്കുന്ന രാസവളങ്ങൾ അടങ്ങിയ ഭക്ഷണം കഴിച്ചതിന്റെ ഭാഗമായി നമ്മുടെ ശരീരത്തിന്റെ ഒരുപാട് വൈകല്യങ്ങൾ, ശരീരത്തിന് ഒരുപാട് പ്രതിരോധ നിരകൾ, സംവിധാനങ്ങൾ പോയിട്ടുണ്ട്. അപ്പൊ നമ്മൾ കൂടുതലും ഇന്നത്തെ ഭക്ഷണം എന്ന് പറയുന്നത് കുറച്ച് അരിഭക്ഷണവും കുറച്ച് റെഡിമെയ്ഡ് ആയിട്ട് ആന്റിബയോട്ടിക് കുത്തിവെച്ചിട്ട കോഴികളുമല്ലാതെ വ്യത്യസ്തമായി നമ്മുടെ ഇമ്മ്യൂണിറ്റി പവർ ഉൽപ്പാദിപ്പിക്കാൻ രീതിയിലുള്ള പ്രവർത്തനം നമ്മുടെ ശരീരത്തിന് കിട്ടാത്തത് കൊണ്ട് പല വൈകല്യങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഓൾറെഡി വന്നുകൊണ്ടിരിക്കും. അപ്പൊ നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന പ്രതിരോധ നിര സംവിധാനത്തിൽ ശക്തിയില്ലാത്തത് കൊണ്ടാണ് നമ്മൾക്ക് ഇന്ന് പല കാണുന്ന രോഗങ്ങളും, തക്കാളിപ്പനി, ഡെങ്കിപ്പനി, പക്ഷിപ്പനികള്, അതുപോലെ തന്നെ പന്നിപ്പനി, പല രീതിയിൽ വെറൈറ്റികളുടെ പനികളും പല രോഗങ്ങളും വൈറസുകളും എല്ലാം തന്നെ ഉണ്ടാകുന്നത് നമ്മുടെ ശരീരത്തിലെ പ്രതിരോധ നില ശക്തമല്ലാത്തത് കൊണ്ടാണ്. അത് നമ്മൾ കണ്ട പക്ഷികളെയോ മറ്റുള്ള ജന്തുക്കളെയോ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ശരീരത്തിന്റെ പ്രതിരോധ നില സംവിധാനം ശക്തമല്ലാത്തത് കൊണ്ടാണ് പല രോഗങ്ങളിലും നമ്മൾ അഡിക്റ്റ് ആയി പോകുന്നത് തന്നെ അറിയണം. ഈ പ്രതിരോധ നിലകളെ, നമ്മുടെ ശരീര സംവിധാനത്തെ ശക്തിപ്പെടുത്തുകയാണ് നമ്മളെ ഈ പ്രൊഡക്റ്റ് ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ മുഖ്യ പങ്കാളിത്തം വഹിക്കുന്ന പ്രൊഡക്റ്റുകൾ ഞാൻ പറഞ്ഞ 95ഉം കവചപ്രാശവും സ്പിരുലിന ഗോൾഡുമല്ല. മറ്റുള്ള എല്ലാ പ്രൊഡക്റ്റും തന്നെ ഒന്നിനൊന്നും മെച്ചം തന്നെയാണ്. പക്ഷേ ഈ പ്രൊഡക്റ്റുകൾ നമ്മളൊന്ന് ശ്രദ്ധിച്ചാൽ അതിൽ ഈ കവചപ്രാശത്തിൽ ഉപയോഗിച്ച കിയാർ നെല്ലി നമ്മുടെ മഞ്ഞപ്പിത്തം പോലുള്ള രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ഒരു സംവിധാനമായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുങ്കുമപ്പൂ എന്ന് പറയുന്ന സാധനം നമ്മളെ കൂടുതൽ പ്രത്യുൽപാദന അവയവങ്ങളെ ശക്തിപ്പെടുത്താനും നമ്മുടെ ഊർജ്ജസ്വലത വർദ്ധിപ്പിക്കാനും നമ്മുടെ യുവത്വം നിലനിർത്താനും ആവശ്യമായ ഒരുപാട് സംവിധാനം, ഏറ്റവും മൂല്യവത്തായ നല്ല വിലയുള്ള നല്ല ഒരുപാട് വാല്യുള്ള നല്ല പണം ചെലവുള്ള ഒരു സാധനമാണ് കുങ്കുമപ്പൂ. നമ്മൾ ഗൾഫിൽ നിന്ന് കൊണ്ടുവരുന്നത്. അത് അത്രയും വില കൂടിയ സാധനങ്ങളാണ് നമ്മളെ ഈ ഔഷധത്തിൽ ചേർത്തിട്ട് നമ്മളെ ബോട്ടിലാക്കി നമുക്ക് തരുന്നത്. 9,000 ഉറുപ്പ്യ 1,800 ഉറുപ്പ്യ എന്നാണ് പറഞ്ഞത്. ഇത്രയും വലിയ വിലയെന്ന് ചോദിക്കുമ്പോൾ അതിന്റെ കയ്യിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ്, അതിലടങ്ങിയിരിക്കുന്ന വളരെ മൂല്യവത്തായ ശരീരത്തിനെ പ്രതിരോധിച്ച് നിർത്തുന്ന, അവയവങ്ങളെ പ്രതിരോധിക്കുന്ന, ഒരുപാട് ഇമ്മ്യൂണി സിസ്റ്റങ്ങളെ ഉണ്ടാക്കിയെടുക്കുന്ന, നമ്മുടെ ഹോർമോൺ സിസ്റ്റത്തെ ക്രമീകരിക്കുന്ന എല്ലാ ഔഷധങ്ങളുമാണുള്ളത്. അതുപോലെ തന്നെ ബ്രഹ്മി കുട്ടികളായ മുതിർന്നവരായ എല്ലാവരുടെയും തന്നെ
ഒരുപാട് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും വർദ്ധിപ്പിക്കുകയും പേശീബലം കൂട്ടുകയും അതേപോലെ തന്നെ യുവത്വം നടത്തുകയും നമ്മുടെ എല്ലാ മേഖലയിലും ആന്തരിക അവയവങ്ങളെ ശക്തിപ്പെടുത്താൻ ഉപയോഗിക്കുന്ന സാധനങ്ങൾ ബ്രഹ്മിയിലുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ മറ്റുള്ളവരെ ദശമൂലം അതേപോലെ തന്നെ മറ്റേ കുറുന്തോട്ടിയൊക്കെ ഈ കുറുന്തോട്ടിയൊക്കെ നമ്മുടെ വാദത്തെയും അതേപോലെ പേശി പിന്നെ പേശിബലത്തെയും ഒക്കെ കൊടുക്കാൻ നൽകാൻ കഴിയുന്ന ഒരു പ്രൊഡക്റ്റ് ആണ് അതിന്റെ ദശമൂലം അതേപോലെ കുറുന്തോട്ടി എന്നൊക്കെ പറയുന്ന സാധനങ്ങൾ. പിന്നെ അതിലൊന്നുള്ളത് നമ്മുടെ കറ്റാർവായല്ലേ, കറ്റാർവായ നമ്മുടെ സ്കിന്നിനെയും അതേപോലെ മുടിയേക്കും സംരക്ഷിക്കാൻ ഉപയോഗിക്കുന്ന ഒരുപാട് ഔഷധങ്ങൾ തന്നെയാണ് കറ്റാർവായ. അങ്ങനെ ഓരോന്നോരോന്നിലും മറ്റു ഒരുപാട് ഔഷധങ്ങളും പല രീതിയിലുള്ള ഗുണനിലവാരമുള്ള പ്രൊഡക്റ്റുകളാണ് അതിൽ നമ്മുടെ ശരീരത്തിന്റെ അവയവങ്ങളെയും പ്രതിഷ്ഠപ്പെടുത്താനുള്ള പ്രൊഡക്റ്റുകളാണ്. അത്രയും ഗുണനിലവാരമുള്ള നമ്മുടെ ശ്വാസകോശത്തെയും നമ്മുടെ ലിവറിനെയും നമ്മുടെ ഹൃദയത്തെയും കിഡ്നിയെയും എല്ലാം തന്നെ ശരീരത്തിന്റെ എല്ലാ സിസ്റ്റത്തെയും വളരെ ക്രോഡീകരിച്ചു കൊണ്ട് തന്നെ പ്രതിരോധ സംവിധാനത്തെ ശക്തിപ്പെടുത്തി കണ്ടു നിർത്താനുള്ള ഒരു പ്രൊഡക്റ്റാണ് കവചപ്രാശത്തിലുള്ളത്. ആ കവചപ്രാശത്തിനെ അത്രയും മൂല്യവത്തായിട്ടുള്ള കവചപ്രാശത്തിനെ നമ്മളെ ബ്രൂട്ടിലാക്കി നമ്മളെ കൈകളിലേക്ക് എത്തിക്കുന്നുണ്ടെങ്കിൽ അതിന് നേതൃത്വം കൊടുത്ത അതിനെ സൂത്രധാരകന്മാർ നമ്മൾ അഭിനന്ദിച്ചാലും പ്രോത്സാഹിപ്പിച്ചാലും ഒരുപാട് ബഹുമാനിച്ചാലും മതിയാവില്ല എന്നെ അഭിപ്രായം. അപ്പോൾ ആ കവചപ്രാശവും എല്ലാവർക്കും മനസ്സിലാക്കി കൊടുത്തുകൊണ്ട് പിന്നെ കഴിക്കാനും കഴിപ്പിക്കാനും എല്ലാം കഴിച്ചാൽ നമ്മുടെ ജീവിതശൈലി രോഗങ്ങൾക്ക് ഒട്ടനവധി മാറ്റങ്ങൾ വരുത്താനും നമ്മുടെ ദീർഘായുസോടുകൂടി ജീവിക്കാനും നമ്മുടെ നല്ല ഒരു യുവത്വത്തോട് ജീവിക്കാനും കഴിയുമെന്നുള്ള വിശ്വാസം. എനിക്ക് ഈ കമ്പനിയോട് വളരെ മതിപ്പും കൂറും വളരെ ബഹുമാനമുണ്ട്. എൻ്റെ വീട് മാനവീരമാണ്. എൻ്റെ ബഹുമാനപ്പെട്ട സാറ് ഒരുപാട് ആളുകൾക്ക് വ്യക്തിത്വ വികസനത്തിനും മനുഷ്യനെ ഉപകരിക്കുന്ന ഒരുപാട് നല്ല എങ്ങനെ ജീവിക്കണം, ജീവിതത്തിൽ എങ്ങനെ വിജയിക്കണം എന്നുള്ള ആ സംവിധാനത്തിൽ വീഡിയോ ക്ലിപ്പുകളുടെയും എല്ലാ സംവിധാനത്തിൽ കൂടെയും നമ്മുടെ മൂന്നിൻ മീറ്റിൽ പ്രവർത്തിക്കുന്ന എല്ലാവർക്കും തന്നെ ജീവിതശൈലിയിൽ നമ്മുടെ ജീവിതത്തിൽ വളരെ മുന്നോട്ട് പോകാനും നിലനിന്നു പോകാനും പ്രതിസന്ധികൾ അതിജീവിക്കാനും ഉതകുന്ന മോർണിംഗ് മീറ്റ് ക്ലാസ്സുകളുമാണ് ഇതിൽ സംഘടിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ഒരിക്കൽ കൂടി ഞാൻ ബന്ധപ്പെട്ട രീതിയിൽ എനിക്ക് ഈ കാര്യങ്ങളൊക്കെ ഏകദേശം പറയാൻ അറിയാമെങ്കിലും എനിക്ക് ചില ഇടയ്ക്ക് എൻ്റെ മെമ്മറി മാറി ഒരു വൈസ്ട്രസ് ഞാൻ കുടിക്കണം എന്ന് എനിക്ക് തോന്നുന്നത്. കാരണം എന്താ എനിക്ക് അങ്ങനെ പറ്റിയെന്നറിയില്ല. ഞാൻ പണ്ടത്തെ കുമാരനിൽ ഒരുപാട് മാറിപ്പോയി. എന്തു തന്നാലും ഞാൻ നിങ്ങളെ പിറകില് എല്ലാത്തിനും ഉണ്ടാവും. നമ്മുടെ ഓരോ പ്രൊഡക്റ്റും ഒന്നിനൊന്ന് മെച്ചമാണ്. കഫനിലായാലും മുണ്ടേഹിലായാലും വേദന ജെല്ലായാലും അതേപോലെ തന്നെ വേദന ക്യാപ്സൂൾ ആയാലും ഫീലിങ്സ് ആയാലും